വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് 113 രൂപയ്ക്ക് ഞാനൊരു ചെറിയൊരു കോംബോ ബ്രേസ്ലെറ്റ് എടുത്ത് ചെയിൻ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സംഭവം അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനു മുന്നേയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാം. തുടക്കത്തിൽ ഇത് വലിച്ചു പറിച്ചെടുക്കലാണ് നമ്മുടെ വലിച്ചു പറിച്ചൊക്കെ എടുക്കണം. ഓക്കെ, അങ്ങനെ ഇത് വലിച്ചു പറിച്ച് തുറന്നെടുത്ത് ഗൈസ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റാണ്. ഇതിലാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്. നമുക്ക് എടുക്കണം ഗൈസ്. ഇത് പൊട്ടിക്കണ കാണിക്കാൻ പറ്റൂല കാരണം നമ്മളൊന്നും കയറില്ല. നമുക്ക് സാധനം കണ്ടേ ഇതാണ് നമ്മുടെ സംഭവം. ഞാനിത് യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്കിത് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനിത് നിങ്ങളുടെ ഓർഡർ ചെയ്തു. ഇത് കോംബോ ടൈപ്പാണ് വന്നേക്കുന്നത്. സിൽവർ ചെയിനിട്ട് ആയിട്ട് മാല പിന്നെ ചെയിൻ അങ്ങനെ ഇട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്യാമെന്ന് ഓർത്തു. ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്. കോംബോ ആയിട്ട് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലാഭം ഐ തിങ്ക്. അപ്പോൾ ഞാൻ ആദ്യം 115 കണ്ട്. അത് കഴിഞ്ഞ് കുറേ കൊണ്ട് സ്ക്രോൾ ചെയ്ത് അത് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ല അമ്മാമ്മ പറഞ്ഞ് ഒരു പ്രാവശ്യം അത് വിളിച്ച്. അപ്പോൾ പറഞ്ഞ് ഇവിടെ ഏതോ ഓർഡർ ചെയ്തോ എനിക്കൊന്നും അറിയാൻ പറ്റില്ലെന്നും പറഞ്ഞ് അത് ക്യാൻസലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തപ്പോൾ 113 രൂപക്ക് കണ്ട്. 115 സാധനം 113 രൂപക്ക് കണ്ട്. പിന്നെ എനിക്ക് ലാഭമായി, സമാധാനമായി. പിന്നെ ഞാനതങ്ങനെ കയറി ഓർഡർ ചെയ്ത് എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്കിത് ഭയങ്കര വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിത് ഇടാൻ പറ്റില്ല. പിന്നെ ഇതാണ് നമ്മുടെ ചെയിൻ കേട്ടോ. ഇതുണ്ടോ ഒട്ടുന്ന മറ്റേ മാഗ്നറ്റ് ടൈപ്പ് ഐ ലവ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാവേ ഒരു മിനിറ്റ്. ഇതുണ്ടോ? ഓക്കെ, അപ്പം അതൊന്നും സീനില്ലേ. അത് കാണാൻ പറ്റുമോ അറിയില്ല. നോക്കാം. ഇതാണ് സംഭവം. ഇതുണ്ടോ മാഗ്നറ്റാണ് സംഭവം. മാഗ്നറ്റ് ചെയ്തുകൊണ്ട് നല്ല പണിയിരിക്കുകയാണ് ഗൈസ്. മൈൻഡ് ഉണ്ട്. കണ്ടുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഇതുണ്ടോ മാഗ്നറ്റാണിത്. ഞാൻ റിവ്യൂ കണ്ടിട്ടാണ് മേടിച്ചത്. എൻ്റെ അനിയനുണ്ട് ഗൈസ് ഇവിടെ. അതാണ് ഇങ്ങനത്തെ ഒരുമാതിരി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് അടുത്ത നമുക്ക് മാല നോക്കാം. ഈ മാല ഉണ്ടല്ലേ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് മാലയാണ്. ഞാൻ ചെയിൻ എനിക്കൊന്ന് ഇട്ട് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മാല നോക്കിയത് ഏത് നല്ലതെന്ന് നോക്കാം. ഇത് കൂടുതലും കപ്പിൾസ്, ബെസ്റ്റ് ഫ്രണ്ട്സ് അവർക്കൊക്കെയാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആകുക. എൻ്റെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റീലിൻ്റെ സംഭവമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത്യാവശ്യം നമുക്ക് ഡെയിലി വെയറിനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇത് ഭയങ്കര ട്രെൻഡിങ് സംഭവമാണ്. ചില ഷോർട്സിൽ കണ്ടിട്ടാണ് ഞാനിത് തുടക്കത്തിൽ ഇതായത്. അപ്പോഴൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഈ സംഭവം എന്തോ 1000 ഒക്കെ. അപ്പം നമുക്ക് 1000 എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഇതാണല്ല. ഇത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ കസിൻ ചേച്ചി വന്നിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾ ഇതിനെ നോക്കി ഗിഫ്റ്റ് നോക്കി, ബർത്ത്ഡേ ഗിഫ്റ്റ് നോക്കി. അപ്പം എൻ്റെ കസിൻ ചേച്ചീൻ്റെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് വേണം. അപ്പം അത് കാരണം ഞാൻ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും വേണം, എൻ്റെ അക്കക്കും വേണം. അക്കയെന്നാണ് വിളിക്കുന്നത്. പല നാട്ടിലും പല പേരൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അക്കയെന്നാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഗിഫ്റ്റ് നോക്കിയപ്പോൾ ഈ സംഭവം കണ്ട്.
113 ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് 113 റേറ്റ് വേണ്ട ഓർഡർ ചെയ്തിട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ ഒക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഞാൻ പൈസ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ്. അവസാനം ആക്ക തിരിച്ച് വീട്ടിലോട്ടും പോയി. എൻ്റെ പൈസ ഒട്ടും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ ക്യാൻസലായിപ്പോയി ഞാൻ പറഞ്ഞല്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഓർഡറും ക്യാൻസലായിപ്പോയി. മൊത്തത്തിൽ പണിയായി. അങ്ങനെ ഇന്നത്തെ ഞാൻ സ്കൂളിൽ പോണേ, പൈസ എൻ്റെ കയ്യിലിരിക്കണേ. അങ്ങനെ ഒരു വിധത്തിൽ ഞാനിത് വരുത്തിയെടുത്ത പാട് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു പൈസ. അല്ല ഞാൻ എന്ത് ചെയ്തേനെ ഞാൻ ആലോചിക്കണം. ഞാനിവിടെ നിന്നിരുന്ന സമയത്ത് തന്നെ ഓർഡർ വന്നത് എന്തായാലും നന്നായി. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ഇട്ട ഒരു ഫോട്ടോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ഞാനിത് ഇപ്പോൾ ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്തായാലും ഇപ്പോൾ കാണിച്ചതല്ലേ, ഇട്ടില്ലേ പിന്നെ എന്ത് മോശമില്ല അല്ലേ? മോശം ഇട്ട് കാണിക്കണ്ടേ ഗായ്സ്? നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെയുണ്ട് ഗായ്സ്. എന്താ അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് നോക്കാം. ഭയങ്കര വലുതാണോ ചെറുതാണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. നമുക്ക് ഇട്ടാലേ നമുക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാക്കും. നോക്കാം. ഇത് ഇടാൻ മാത്രമായിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് ഈ മാല സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടം. അവർക്ക് അത് പറ്റിയത് എന്തായാലും കപ്പിൾസ് ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെയാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക. ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഡെയിലി വെയറിനാണ്. കപ്പിൾസാണ്, ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. വേണ്ട ഹാർട്ട് ബീറ്റ് ഒരെണ്ണം പോകുമ്പോൾ ഒരെണ്ണം നമുക്ക് ഇടാലോ. എങ്ങനെയുണ്ട്? എനിക്ക് നല്ലപോലെ ചേരുന്നില്ലേ? ഇത്രയും സിൽവർ ആയതുകൊണ്ടേ കുറച്ചും നല്ലത്. മറ്റേ ഗോൾഡ് ആയിരിക്കുമ്പോഴേ ഇത്ര ഇതുണ്ടായി. നമുക്ക് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് കിട്ടും. ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് എന്ത് പറയാൻ, ഇത് ഓൾറെഡി സിൽവർ ആയതുകൊണ്ടേ നല്ലൊരു മാഗ്നറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കുഴപ്പമില്ലായിരുന്നു. ഞാനിതിപ്പോൾ പൂരി വെക്കുന്നു കേട്ടോ. ഇത് നോക്കണ്ടേ, ഞാനിപ്പോൾ പൂരി വെക്കും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനത് സംഭവം ഇട്ടതാണ്. ഇത് എനിക്ക് ഊരണം. ഇതെടുത്ത് ഇതൊരു പ്രത്യേക ടൈപ്പ് ബ്രേസ്ലെറ്റ് ചെയിനുമാണ്. എൻ്റെ ഒരു ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ല പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. നമുക്ക് ഇതിൻ്റെ ചെയിൻ ഒന്ന് ഇട്ട് നോക്കാം. ചെയിനാണ് ഇതിൻ്റെ ഏറ്റവും ഹൈടെക് സംഭവം. ചെയിൻ ഇട്ട് നോക്കണം. എൻ്റെ ഒരു നിഗമനത്തിൽ ഈ ചെയിൻ എൻ്റെ കയ്യിൽ കൂടി ഇടാൻ എനിക്കിത് ഭയങ്കര ലൂസാണ്. ഇത് ഭയങ്കര ലൂസാണ്. ഇതെനിക്ക് ഭയങ്കര ഇതാവത്തില്ല. ക്വാളിറ്റി വൈസ് ബെസ്റ്റ്. ഇങ്ങനെയൊക്കെ ഇട്ടാൽ ഇങ്ങനെ ലൂസാകുന്ന മെരിയാക്കുന്നുണ്ട്. ലൂസാക്കിരിക്കൂ ഗൈസ്. എനിക്ക് ഈ സംഭവം ഇടാൻ കഴിയില്ല. ഇത് നമുക്കിത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പാണ്. ഉണ്ടാവും ഇത്രയൊക്കെ ചെറുതാക്കി ഒടിക്കരുത് എന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സെറ്റാകണേ. ഒടിക്കരുത് ഞാൻ എന്നോട് തന്നെ പറയണേ. പിന്നെ ഇഷ്ടം പിന്നെ അവർക്ക് ഇത് രണ്ടും കൂടി മുട്ടൂല കേട്ടോ. നോക്കട്ടെ വേറെ ഹാർട്ടും തമ്മിൽ എങ്ങനെ മുട്ടണം. I'm sorry. വേറെ ഹാർട്ടിട്ട് വേറെ ഒരു സെക്ഷനായിട്ട് എടുക്കണം. മാല നമുക്ക് എടുക്കാം അല്ലേ? മാല നമുക്ക് എടുക്കാല്ലേ? സെറ്റാണല്ലോ. ഗൈസ് എൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മേലേക്ക് ഒരു എഴുത്തം കയറി കിടന്നതാണ്. അപ്പം അതെടുത്ത് മറിഞ്ഞ് വീണ്. എന്ത് പറയാൻ
നശിപ്പിലാണ് ഇവിടുത്തെ ലോകം നശിപ്പിക്കുന്നത്. അതിനെ മേലെ കയറി കിടന്നപ്പോൾ അത് ഇതാണ് എൻ്റെ ഹാർട്ട്. പക്ഷെ തൊട്ടില്ല കേട്ടോ, വേറെ വേറെ ഹാർട്ടായിരുന്നു. ഹാർട്ടാണ് ഇത്ര ഉള്ളൂ, പക്ഷെ ഒട്ടില്ല. അതുള്ളൂ, ഒട്ടൂലെന്നേ ഉള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാനത് മറ്റേ ടൈപ്പ് വിചാരിച്ചത്, പക്ഷെ 4 സെക്ഷനും ഈ സൈഡ് വേറൊരു സെക്ഷനായിട്ട് വെക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. എനിക്ക് മാല എണ്ണതിൽ മറ്റേ ഇതിൽ ചെയിനയിൽ ഇഷ്ടമായിരുന്നു. ആദ്യം എനിക്ക് ചെയിനായിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ മാല കണ്ടു കഴിഞ്ഞപ്പോൾ രസമല്ലേ ഇല്ലല്ലേ, അപ്പോൾ ഇതൊക്കെയല്ലേ ഇഷ്ടമുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ ഞാനാണെങ്കിലേ ഇത്തിരി ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പം അത് കാരണം തന്നെ എനിക്കിത്തിരി രീതിയിലൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. എടുത്ത് വെക്കലിലൂടെ എൻ്റെ പരിപാടി ഇത്തിലൂടെ വേണ്ടേ. ഇത് എനിക്ക് തിരിച്ച് ഊരി വെക്കണം. ഊരി വെക്കട്ടെ അങ്ങനെ കാണുള്ളത് വേറെ ഇപ്പം മലയിലിട്ടൊക്കെ കാണിച്ചത് വേറെ വീഡിയോ ചെയ്തിപ്പം തന്നെ പകുതിരാറായിട്ടുണ്ട്. പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ക്ലിയർ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതെടുത്ത് തിരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാം. ഇനിയിപ്പോൾ ഇതിൽ കൂടി ചുറ്റി I love my best friend. I'm sorry. എനിക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോഴേ പാട്ട് ലിസ്റ്റ് വേണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാം. എനിക്ക് നമുക്ക് വെക്കാൻ അറിയാൻ പറ്റും. ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. ഒരു ലോങ് വീഡിയോ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ലോങ് വീഡിയോ ആക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. അത്യാവശ്യം ചെറിയ ഷോർട്സിലാണ് വീഡിയോ. ജസ്റ്റ് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ചെറിയ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു സ്റ്റക്കായിട്ടുണ്ട് ഗൈസ്. ഒരു വിധത്തിന് രണ്ടൊക്കെ ചെയിൻ ഇത്തിരി കട്ടിയുണ്ട്. ചെയിൻ അമ്പലത്തിൽ കട്ടിയുണ്ട്. അതുപോലെ ചിക്കായിട്ടുള്ള ഈ കപ്പിൾസ് അതിന് ഡെയിലി വെയറിനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട്. പിന്നെന്താ ഞാൻ പറയാനില്ല. നമുക്ക് ഇതെല്ലാം എടുത്ത് അപ്പം നമുക്ക് ഇത്ര ഉള്ളു നമ്മുടെ വീഡിയോ. അപ്പം എനിക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരാമല്ലോ. അപ്പം ആടുള്ള പണിയൊന്നും അല്ലല്ലോ. ജസ്റ്റ് ലിങ്ക് എടുക്കുക, അയച്ചു തരിക. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.